തിരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ ഒരു ചെറിയ വിറയലാണ്. കാരണം ഫലം വരുമ്പോൾ പതിവ് പോലെ തകർന്നടിയുക എന്നത് അവർക്കൊരു ശീലമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇത് ഹരിയാനയിൽ നിന്നും വരുന്നത് BJPയുടെ മറ്റൊരു കൂറ്റൻ വിജയത്തിന്റെ വാർത്തയാണ്. പ്രതിപക്ഷം മറ്റൊരു സംസ്ഥാനത്ത് കൂടി തകർന്നടിഞ്ഞിരിക്കുന്നു. ഹരിയാന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം സ്വന്തമാക്കി BJP തങ്ങളുടെ അപ്രമാദിത്വം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. സോനിപത്, അംബാല, രേവാരി തുടങ്ങിയ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പൽ കൗൺസിലുകളിലും കാവിക്കൊടി പാറിച്ചുകൊണ്ടാണ് BJP ഈ വമ്പൻ വിജയം നേടിയിരിക്കുന്നത്. കോൺഗ്രസ് വിരലെണ്ണാവുന്ന വാർഡുകളിൽ മാത്രം ഒതുങ്ങിയപ്പോൾ പലയിടത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് അവർക്കും മുകളിൽ വിജയം നേടിയത്. പ്രധാനപ്പെട്ട മേയർ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇങ്ങനെയാണ്. അംബാലയിൽ BJPയുടെ അക്ഷിത സൈനി വിജയിച്ചു. ദരുഹേരയിൽ സത്യനാരായൺ എന്ന അജയ് ജാങ്ഡ, രേവാരിയിൽ വിനീത പീപ്പൽ, സാംപ്ലയിൽ പ്രവീൺ, സോനിപത്തിൽ രാജീവ് ജെയിൻ എന്നിവർ BJPക്കായി ഉജ്ജ്വല വിജയം നേടി. ഇതിനു പുറമെ പഞ്ച്കുളയിൽ BJP സ്ഥാനാർത്ഥി ശ്യാംലാൽ ബൻസാൽ കൂറ്റൻ ലീഡുമായി മുന്നേറി. ഭരണകക്ഷിക്ക് ആകെയുള്ള ഒരു ചെറിയ ക്ഷീണം ഉക്ലാനയിൽ മാത്രമാണ്. അവിടെ കോൺഗ്രസ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി റീമ സോനിയോട് BJPയുടെ നികിത ഗോയൽ പരാജയപ്പെട്ടു. എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഹരിയാനയിൽ BJP സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ വൻ വിജയത്തിന് ശേഷം ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി വലിയ ആവേശത്തിലാണ് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിൽ BJP നേടിയ കൂറ്റൻ വിജയത്തിൽ അദ്ദേഹം ഏവർക്കും നന്ദി അറിയിച്ചു. കോൺഗ്രസ് ജനങ്ങൾക്കിടയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും ജനം BJPക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ച്കുളയിലെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം BJP നേടുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇന്ത്യയിലുടനീളം BJP നേടുന്ന ഈ വിജയങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വമാണെന്ന് നയാബ് സിംഗ് സൈനി അടിവരയിട്ട് പറയുന്നു. പ്രധാനമന്ത്രി എന്തു പറയുന്നുവോ അത് അദ്ദേഹം ചെയ്യുന്നു. എന്നാൽ ജനങ്ങൾക്കിടയിലേക്ക് പോകാൻ കോൺഗ്രസിന് നുണകൾ മാത്രമാണ് ആശ്രയം. മുഖ്യമന്ത്രി സൈനി പറഞ്ഞത് ഇങ്ങനെയാണ്. പശ്ചിമ ബംഗാളിലും ആസാമിലും BJP നേടിയ ചരിത്ര വിജയങ്ങൾക്ക് കാരണവും പ്രധാനമന്ത്രിയുടെ ഈ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഹരിയാനയിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും കാണുന്നത്. ജനങ്ങൾ അത്രത്തോളം ആവേശത്തോടെയാണ് BJPയെ പിന്തുണച്ചിരിക്കുന്നത്. മെയ് 10-നാണ് ഹരിയാനയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. ശക്തമായ സുരക്ഷാ സജ്ജീകരണങ്ങൾക്കിടയിൽ രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചിരുന്നു. അംബാല, പഞ്ച്കുള, സോനിപത് എന്നീ 3 പ്രധാന മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, രേവാരി മുനിസിപ്പൽ കൗൺസിൽ, ദരുഹേര, സാംപ്ല, ഉക്ലാന എന്നീ മുനിസിപ്പൽ കമ്മിറ്റികൾ എന്നിങ്ങനെ മൊത്തം 144 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സംസ്ഥാനത്ത് 54.5% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. മൊത്തമുള്ള 8,73,177 വോട്ടർമാരിൽ 4,75,948 പേർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഈ കണക്കുകളും വോട്ടർമാരുടെ പ്രതികരണവും വ്യക്തമാക്കുന്നത് ഒന്ന് മാത്രമാണ്. കൃത്യമായിട്ടുള്ള വികസന അജണ്ടയിലൂടെ BJP ഇന്ത്യയിലുടനീളം തങ്ങളുടെ തേരോട്ടം തുടരുമ്പോൾ നുണപ്രചാരണങ്ങൾ മാത്രം കൈമുതലായുള്ള കോൺഗ്രസിന് സ്വന്തം കാലിനടിയിലെ മണ്ണ് പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്.